ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണല്ലോ അല്ലേ? സ്നേഹമുള്ള വൈദികരെയും സിസ്റ്റർമാരെയും എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും ഫോർമേഷനുള്ളവരെയും ഡീക്കനച്ചന്മാരെ പ്രത്യേകിച്ചും എല്ലാവരും ഓർക്കുന്നു കേട്ടോ. നിങ്ങളുടെയൊക്കെ അന്വേഷണമൊക്കെ പല വഴിക്ക് കിട്ടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നിങ്ങളുടെ പല വിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളൊക്കെ എനിക്കൊന്ന് കിട്ടിയായിരുന്നു. എല്ലാം കിട്ടി ബോധിച്ചിരിക്കുന്നു കേട്ടോ. പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നന്മ അറിഞ്ഞവരെയും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ എല്ലാ പ്രത്യേക ഇൻറ്റൻഷൻ, പ്രത്യേക നിയോഗങ്ങൾ. ആഴ്ചയിൽ ഒരു ദിവസം പ്രാർത്ഥന അതിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പറഞ്ഞതും പറയാൻ മനസ്സിലുള്ളതുമായ എഴുതി അല്ലെങ്കിൽ അയച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു, കണ്ടായിരുന്നോ? ഇന്നലെ ഇട്ടപ്പോൾ 6 മണിയെങ്ങാണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ 5 മണിക്ക് തുടക്കത്തിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഇന്ന് ഗ്രൂപ്പുകളിലും കൂടെ ഇത് അയച്ചേക്കാം കേട്ടോ. ഒരു സന്തോഷമല്ലേ, എല്ലാവരും അറിയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. എന്താണെന്ന് മനസ്സിലാക്കാത്ത ചിലരുണ്ട്. ഇന്നലത്തേതിൻ്റെ അവിടെ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്ക് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 15-ാമത്തെ സങ്കീർത്തനത്തിൽ അതിന്റെ 4-ാമത്തെ തിരുവചനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വിഷയം. അതിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നഷ്ടം സഹിച്ചാലേ ഇത് നടക്കൂ എന്നതിനെ കുറിച്ചാണ്. എന്റെ സഹോദരനെ, 15-ാം സങ്കീർത്തനം എന്ന് പറയുന്ന കർത്താവിന്റെ കൂടാരത്തിൽ അല്ലേ, അവിടുത്തെ ഭവനാങ്കണത്തിൽ അല്ലെങ്കിൽ നിത്യ കൂടാരത്തിൽ ആര് വസിക്കും എന്നതിന്റെ ചോദ്യത്തിന് സങ്കീർത്തനം മറുപടി. നമ്മൾ കുർബാനയിലെല്ലാം പലപ്പോഴും പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണല്ലോ അത്. അതിനകത്ത് പലവിധ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഈ 4-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ 2 കാര്യം എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ മൊത്തം വായിക്കുന്നതല്ല കേട്ടോ, എല്ലാ ദിവസവും ഒന്ന് വായിച്ച് ആത്മവിശ്വാസം ചെയ്യുന്നതല്ല. സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവഭക്തനെ മാനിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ. അപ്പം അതുകൊണ്ട് നിത്യ കൂടാരത്തിൽ, കർത്താവിന്റെ ഭവനാങ്കണത്തിൽ, കർത്താവിന്റെ ബലിപീഠത്തെങ്കിൽ അല്ലെങ്കിൽ ഈശോയുടെ രാജ്യത്തിൽ ആര് വസിക്കും എന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തെ കൊടുത്തിരിക്കുകയാണ്. ദൈവരാജ്യത്തിൽ ആരാ? ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ് ദൈവരാജ്യം. അത് സ്വർഗോന്മുഖമാണ്, സ്വർഗത്തിലേക്ക് എത്തി നിൽക്കുന്നതാണ്. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്കിങ്ങനെ പറയുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് ദൈവഭക്തനെ മാനിക്കും. സത്യത്തിൽ എന്താണെന്നറിയാം, ഇന്നത്തെ ഒരു ലോകത്തിന് ട്രെൻഡ് നോക്കിയേ, ദൈവഭക്തനെ കുറിച്ച് ഒരു മെച്ചം. അവൻ ചുമ്മാ പള്ളിയും പ്രാർത്ഥനയായിട്ട് ഒരു കാര്യം കുടുംബത്തിനും കൊള്ളിയാലും നാട്ടുകാരും കൊള്ളിയാലും നോക്കിയേ, നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഞാൻ ഓർക്കണം, ചില വിവാഹാലോചനയൊക്കെ വരുന്ന സമയത്ത് ടു റിലീജിയസ് ആയിട്ടുള്ള ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും വിവാഹത്തിന് പറയുന്ന ശരിക്കും പണ്ടത്തെ കാലത്ത് എങ്ങനെയെങ്കിലും പ്രാർത്ഥന ദൈവോചാരം ഉള്ള ഒരു പയ്യനെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കെട്ടാൻ ശ്രമിക്കുമ്പോൾ നേരെ തിരിച്ചാണ്. അവൻ എന്ത് വാക്കുകൾ പറയാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാ അല്ലേ. ശരിക്കും പറഞ്ഞ നേരെ കീഴ്മറിഞ്ഞ് പോയില്ലേ മാനദണ്ഡം അല്ലേ. ശുശ്രൂഷകനെ ചുമ്മാ വെറുതെ എന്തൊരു ഭയാനകമായി നേരെ ഈ അപ്പം മറിച്ചിടുന്ന പോലെ ആക്കി കളഞ്ഞില്ലേ. അടുത്ത കാര്യം, നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുന്നവൻ. അത് പ്രധാനപ്പെട്ട സംഗതിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, വിവാഹത്തിന്റെ സമയത്ത് അല്ലേ ഭാര്യയും ഭർത്താവും കൂടെ എന്താ പറയണത്, ബൈബിളെ കൈവച്ചിട്ടൊരു പ്രതിജ്ഞ അങ്ങോട്ട് എടുക്കുകയാണ് അല്ലേ. മരണം വരെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രതിജ്ഞ എടുക്കുന്നത്. ഇപ്പോൾ തിരുപ്പട്ടത്തിന്റെ കാലഘട്ടം വരാൻ പോവാണ് ഡിസംബർ മാസത്തിൽ അല്ലേ. അറിഞ്ഞതും അറിയാത്തതും കൂടാത്തതും എല്ലാം ഞങ്ങൾ വിധേയപ്പെടാൻ തീരുമാനം എടുക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ കാര്യം വെച്ചാൽ ഈ പ്രതിജ്ഞ നിറവേറ്റണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടം സഹിച്ചേ പറ്റൂ അല്ലേ. നമ്മുടെ സ്വഭാവത്തിന്റെ ഘടകവിരുദ്ധമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ജീവിക്കുന്നത് കരുതുക. എന്തുമാത്രം അതാണ് എടുത്തിരിക്കുന്ന പ്രതിജ്ഞ ഓത്ത് പാലിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നഷ്ടം സഹിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എന്താ എൻ്റെ സഹോദരങ്ങളെ? ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കാൻ വേണ്ടിയിട്ടാണ്. നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലോകത്തിന്റെ കാഴ്ചപ്പാടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസിലേക്ക് പറയുന്നത് ഞാനിതിൽ ഉച്ഛിഷ്ടം പോലെ നഷ്ടമായിട്ട് കണക്കാക്കി തന്നെ നഷ്ടപ്പെടുത്തുന്നതാണ് ഈശോയുടെ പിന്നാലെ വരാൻ പറ്റും. നഷ്ടങ്ങൾ സഹിക്കാത്തതിന് പ്രതിജ്ഞ പാലിക്കാൻ പറ്റിയല്ല. മാമോദീസായാലും സ്ഥൈര്യലേപനത്തിലും ഒക്കെ അന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫുൾ ബോധമില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾ തെറ്റായ അർത്ഥത്തെ മനസ്സിലാക്കരുത്. നമുക്ക് വേണ്ടി പാരൻസ് എടുത്ത്, കാരണം അത്രയും പ്രധാനപ്പെട്ട സംഗതികളാണ്.
എന്നിട്ട് നമ്മളത് പ്രായമാകുന്ന സമയത്ത് നമ്മളതെല്ലാം അറിഞ്ഞത് പാലിച്ച് വരണമെന്നുള്ളതല്ലേ അതിൻ്റെയൊക്കെ ഒരു ആഴമായ ഒരു അർത്ഥം അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പം അതുകൊണ്ട് അതെന്ന് പറഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ അതിനെക്കുറിച്ച് തെറ്റായി പോലും ചിന്തിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ചിന്തിക്കരുത്. എന്താ കാണിച്ചാൽ ചെറുപ്പത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയാണെന്നെങ്കിൽ പ്രായമായിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് വെക്കുന്നില്ലല്ലോ, ശരിയല്ലേ? പ്രായമായിട്ട് അവന് വസ്ത്രം കൊടുത്താൽ മതി ചിന്തിക്കുന്നില്ലല്ലോ, ശരിയാണല്ലോ അല്ലേ? അപ്പം അതുകൊണ്ട് മാമോദിസായാലും ഒക്കെ സൈലമനത്തിലൊക്കെ നമ്മുടെ അല്ലെങ്കിൽ ഗോഡ് പാരൻസ് ആയിട്ട് ജ്ഞാനസ്ഥാന മാതാ നമുക്ക് വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടേ. ഇനി ബാക്കി മുകളിലോട്ട് നമ്മുടെ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് പറഞ്ഞ സമയം കൂടുകയാണ്, കുമ്പസാരത്തിനൊക്കെ അല്ലേ നമ്മൾ എത്രയോ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സറിഞ്ഞ് അല്ലേ ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഇനി വചനം പാലിക്കുന്ന കാര്യങ്ങളിൽ അപ്പം അത് നഷ്ടം സഹിക്കാതെ ക്രിസ്ത്യാനിറ്റി ലൈഫില്ല, നഷ്ടം സഹിക്കാതെ സന്യാസ പൗരോഹിത്യ ജീവിതമില്ല, നഷ്ടം സഹിക്കാതെ കുടുംബജീവിതമില്ല. അപ്പം ഇതൊക്കെ വേണ്ട എന്ന് വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നഷ്ടം സഹിക്കാൻ റെഡിയല്ല എന്നുള്ളതല്ലേ. സമയം കൂടിപ്പോവും. ഞാനിങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുകയാണ് കേട്ടോ. കാര്യം പിടികിട്ടിയില്ലോ, ആലോചിച്ച് നോക്കുക. നഷ്ടം സഹിക്കാൻ റെഡിയല്ല. അതുകൊണ്ട് എല്ലാം പ്രശ്നങ്ങളല്ലേ അല്ലേ? സാരമില്ല, ശരിയാവും. അതിനെ നമ്മളിങ്ങനെ ഉരുട്ടി മറിച്ചിട്ട് ശരിയാക്കുമെന്നേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഉച്ചത്തിൽ പോരാ നന്നായിട്ട് ഈശോയെ ആരാധന. കർത്താവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവ് അവിടുന്നാണ് വ്യാഖ്യാനം തരുന്നത്, അവിടുന്നാണ് വചനം പ്രഘോഷിച്ചത്, അവിടുന്നാണ് ഈ വചനം നിറവേറ്റുന്നത്, അവിടുന്ന് തന്നെയാണ് വചനം. കർത്താവേ ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവായ ദൈവമേ, കുടുംബങ്ങളെ വ്യക്തികളെ ആശീർവദിക്കാൻ എൻ്റെ ദൈവം ഈ വചനം അനേക ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. അനേകം കുടുംബങ്ങളിൽ കർത്താവെ വചനം തുളച്ച് കയറി ഹൃദയത്തിന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും വേർതിരിച്ച് ജീവൻ നൽകട്ടെ കർത്താവ് പാറയെ താർക്കുന്ന കൂടമുള്ള വചനം കർത്താവെ വചനപ്രകാരം അനേകർ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവ്. പൈശാചത്തിൽ ഈശോ ബന്ധിക്കുന്നു, നിത്യാത്മയിലേക്ക് ബന്ധിക്കുന്നു. കർത്താവ് ദൈവമേ, പ്രത്യേകിച്ച് ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ഇവരെന്നോട് പറഞ്ഞിട്ടുള്ളത്, പറയാൻ മനസ്സിലുള്ളത്, മധ്യസ്ഥ പ്രാർത്ഥന എഴുതി സമർപ്പിച്ചത്, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പ്രാർത്ഥന രേഖപ്പെടുത്തിയത്, ASTM-ലേക്കും PDM-ലേക്കും എല്ലാം പ്രാർത്ഥന നിയോഗം പറഞ്ഞു വെച്ചത്, എല്ലാവരുടെ നിയോഗങ്ങളെ ആശീർവദിക്കുക കർത്താവേ. ഒരാളും വെറും കൈയോടെ വിടരുത് കർത്താവ്. സമയത്തിന്റെ പൂർണ്ണതയിൽ ഇതെല്ലാം നടക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.